നമ്മുടെ മലയാളത്തിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് ഇപ്പോൾ ഒരു വാമ്പയറിൻ്റെ കയ്യിലാണ്. പുതിയൊരു വാമ്പയറും കൂടി വരുന്നുണ്ട് എന്നുള്ള സൂചനകൾ കിട്ടിയത് മാത്രമല്ല മമ്മൂക്കയുടെ വാമ്പയർ ചിത്രം. ഇത് ജസ്റ്റ് വെറും ഒരു റൂമറായിട്ട് വന്നതല്ല. ഇത് മമ്മൂക്കയുടെ ഒരു വാമ്പയർ സിനിമ വരുന്നു എന്നുള്ളത് കൺഫേം ആയിട്ട് പറഞ്ഞതാണ്. ഇനി അറിയേണ്ടത് ആ ഒരു സിനിമ ആരായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്? പുതുമുഖ ഡയറക്ടറാണോ? ലോക 2 ക്യാരക്ടറിനെയാണോ വാമ്പയർ എന്ന് ഉദ്ദേശിച്ചത്? അതായത് നമ്മളുടെ മൂത്തോൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു വാമ്പയർ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ലോകയിലെ വാമ്പയർ ആയിട്ടാണോ മമ്മൂക്ക വരുന്നത് എന്നുള്ളത്. കണ്ടന്റ് ക്രിയേറ്റേഴ്സും യൂട്യൂബേഴ്സൊക്കെ ഇരുന്ന് ഈ മൂത്തോൻ എന്ന ക്യാരക്ടർ ഇന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ലെവൽ ഗോഡാണ്, ഏലിയൻ ആണെന്നുള്ള നമ്മളിപ്പോൾ യൂട്യൂബേഴ്സും അതല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ആണ് ആനിമേഷൻസും അതിലെ ആർട്ട് വർക്കും വെച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ അത് മൂത്തോൻ എന്ന ക്യാരക്ടർ ഈ പറയുന്ന ഒരു ഗോഡ് ഏലിയൻ ലെവലാണെന്നുള്ള ഒരു ഇത് വെച്ചിരിക്കുന്നത്. മേ ബി ഇനി പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇനി ഈ ഒരു മൂത്തോൻ എന്ന ക്യാരക്ടറിനൊരു ഈ പറയുന്ന വാമ്പയർ നമ്മളൊരു ഡ്രാക്കുള കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ക്യാരക്ടർ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലോകയിലെ ക്യാരക്ടറിനെയാണോ മമ്മൂക്ക പറഞ്ഞേ എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റില്ല. അതിന് മറ്റൊരു റീസണും കൂടിയുണ്ട്. ഉടനെ വരില്ല എന്നും മമ്മൂക്ക പറയുന്നുണ്ട്. അതായത് തൊട്ടടുത്തുണ്ടാവില്ല എന്നുള്ളതും പറയുന്നുണ്ട്. കുറച്ച് താമസിച്ച് ഈ ഒരു സിനിമ വരുള്ളൂ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഡൗട്ട് അടിച്ചത്. 2027 എൻഡിലോ അല്ലെങ്കിൽ 2028 ഫസ്റ്റ് തുടക്കത്തിലോ ഒക്കെ ആയിരിക്കും നമ്മളെ ലോക ചാപ്റ്റർ 2 ചാത്തൻ വരിക. അപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടർ ഈ പറയുന്ന പോലെ അതിലേക്ക് വേണ്ടിയാണോ എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അതൊരിക്കലും ഉറപ്പിക്കാനും പറ്റില്ല. കാരണം ഇപ്പം റീസെൻ്റ്ലി ഒരു റൂമർ വരുന്നുണ്ട്, മമ്മൂക്ക പ്ലസ് ഒരു പുതുമുഖ ഡയറക്ടർ, ഒരു നമ്മളെ വിപിൻ ദാസ് ഒക്കെ അവരുടെയൊക്കെ അസിസ്റ്റൻ്റായിട്ടും അവരുടെ ഒരു ടീമിലുണ്ടായിരുന്ന മമ്മൂക്കയത്ത് ഒരു പുതിയൊരു സിനിമ ചെയ്യുന്നു എന്നുള്ള റൂമർ വരുന്നുണ്ട്. അത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡക്ഷൻ എന്നുള്ളതും കേൾക്കുന്നുണ്ട്. അന്ന് പറഞ്ഞ ആ ഒരു വാമ്പയർ എലമെൻറ്റും പുതുമുഖ ഡയറക്ടറിൻ്റെ ഒരു ഇതും കൂടെ വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തും മേ ബി ഇനി ഒരു പുതുമുഖ ഡയറക്ടറിൻ്റെ കംപ്ലീറ്റ് ഒരു വാമ്പയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കാം എന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇതൊരു പുതുമുഖ സംവിധായകൻ ചെയ്യുന്ന ഒരു പടം കംപ്ലീറ്റ് വാമ്പയർ എന്നുള്ളൊരു സിനിമയായിരിക്കാം. അതല്ലെങ്കിൽ ലോക 2 മമ്മൂക്കയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഈ പറയുന്ന ഡ്രാക്കുള വാമ്പയർ കൈൻഡ് ഓഫ് സാധനം ഉണ്ടാവാം. ചന്ദ്ര ഓൾറെഡി വാമ്പയർ ഉണ്ട്. അപ്പോൾ ഒരു വാമ്പയറുകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഇനി ലോകയിൽ വരാനുള്ള ചാൻസ് കുറവാണ്. എങ്കിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മമ്മൂട്ടിയെ കൊണ്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഈ വയസ്സിൽ അല്ലെങ്കിൽ ഈ കിളവനെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ പേഴ്സണലി ഒരു മോഹൻലാൽ ഫാനോ മമ്മൂട്ടി ഫാനോ അല്ല. അത് ഞാൻ തുടക്കത്തിലേ പറയാം. ഫാൻ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള പരിപാടിയല്ല. ആരാണ് നല്ലത് ചെയ്യുന്നത് ഞാൻ അത് നല്ലതെന്നേ പറയുള്ളൂ. ഇനിയിപ്പോൾ രണ്ടുപേരും മോശമാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടും മോശമാണെന്ന് തന്നെ ഞാൻ പറയും. ഒരാളത്ത് നമുക്കൊരു ഈ ഡബിൾ സ്റ്റാൻഡ് പിടിക്കാൻ നമ്മൾ സിനിമയ്ക്കകത്ത് കയറിയില്ലല്ലോ, അവിടെയും പിടിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എൻ്റെത്. ജസ്റ്റ് പോയി ആ ഒരു ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ ഒന്ന് നോക്കുക. പറ്റുമെങ്കിൽ റൊഷാക്ക് എന്ന് പറഞ്ഞ സിനിമയും കൂടി ഒന്ന് നോക്കുക. വേണമെങ്കിൽ കളങ്കാവൽ അങ്ങനത്തെയൊക്കെ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ കുറച്ച് പടങ്ങൾ മാത്രം ജസ്റ്റ് ഒന്നെടുത്ത് നോക്കിയിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ ഈ വേദിയിലും സ്റ്റേജിലൊക്കെ വരുന്ന കുറേ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതുണ്ടല്ലോ, അതും കൂടി ജസ്റ്റ് വെച്ച് നോക്കുക. അതിനകത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന നമ്മൾ സ്റ്റേജിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഇപ്പം ചിരിച്ച് കളിച്ച് ഈ പ്രായത്തിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള തമാശകളൊക്കെ അടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളാണോ നമ്മൾ ആ ഒരു സിനിമയ്ക്കകത്ത് കാണുന്ന മമ്മൂട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെ ഡൗട്ട് മാറിക്കിട്ടും. സ്വന്തം മോനേക്കാൾ നന്നായിട്ട് അല്ലെങ്കിൽ പുതിയ യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന ഈ പറയുന്ന ചാത്തനായാലും ഒടിയനായാലും ഇവരൊക്കെ ഈ യങ്സ്റ്റേഴ്സ് ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള അവർ ചെയ്യുന്നതിനേക്കാൾ ഓസ്കാർ വേദി വരെ പോവാൻ ആ ഒരു ആക്ടറിനെ അവിടെയുള്ള ഓഡിയൻസ് വരെ കൈ അടിച്ചിട്ടുള്ള ഭ്രമയുഗത്തിലെ ചാത്തൻ എന്ന് പറഞ്ഞ ആ കൊടുമൻ പോറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ അദ്ദേഹം ചെയ്ത് നമ്മളെ മലയാളികൾ മാത്രമല്ല നമ്മൾ എവിടം വരെ എത്തണം അല്ലെങ്കിൽ സിനിമയുടെ പീക്ക് ഏതാണെന്ന് നമ്മൾ ചോദിക്കുന്ന സ്ഥലത്ത് ഉള്ള ആൾക്കാർ വരെ അവിടം വരെ എത്തുകയും ലോകത്തുള്ള ഇത്ര ഇൻ്റർനാഷണൽ ഫിലിംസ് മേക്ക് ചെയ്യുന്നവരും കാണുന്നവരുമായ ഓഡിയൻസ് ആ ആക്ടർ ആരാണ് അല്ലെങ്കിൽ ആ ആക്ടറിൻ്റെ പെർഫോമൻസിന് കൈ അടിച്ചിട്ടുള്ള ഒരാളാണ് മമ്മൂട്ടി. അയാളെ കൊണ്ട് ഈ വാമ്പയർ എന്ന് പറഞ്ഞ ക്യാരക്ടർ എടുത്താൽ പൊങ്ങോ എന്ന് ചോദിക്കുന്നവന്മാർക്ക് ഈ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അല്ലെങ്കിൽ ഇത് ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഇതേ ഉള്ളൂ. പറഞ്ഞോട്ട് പോട്ടെ, അത് അവർക്ക് ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ അവർക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മമ്മൂക്ക വാമ്പയറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ രൂപമൊക്കെ നമ്മൾ ഇമാജിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് AI വീഡിയോസൊക്കെ അതിന് മമ്മൂക്കയുടെ ഫേസ് വെച്ചിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ മമ്മൂക്ക എന്ന ആക്ടറിൽ നിന്നൊരു വാമ്പയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ ഒരു ഗൂസ് ബംസ് ഫീൽ ചെയ്യും. ആ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിലും ഒരിക്കലും മമ്മൂക്കയുടെ മാത്രം ഒരു കഴിവ് കൊണ്ട് ഒരു സിനിമയും കയറി വലിയ സംഭവമായിട്ട് പോവില്ല. അതിൻ്റെ പുറകിൽ നല്ല രീതിയിൽ എഴുതുന്ന അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡയറക്ടർ
തന്നെ വിചാരിക്കണം. ഇനിയിപ്പോൾ ഈ സിനിമ ഏത് ഡയറക്ടറാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളത് വെച്ച് നമുക്ക്, അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ കഴിവ് എന്താണെന്ന് വെച്ച് മാത്രമേ നമുക്ക് ആ സിനിമയെ ഒരു 100% ആ സിനിമ അത്രയും പ്രമേഹവും റൊഷാക്കൊക്കെ പോലത്തെ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുമോ എന്നുള്ളതിന് പറയാൻ പറ്റുള്ളൂ. മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടർ ഒരു ഡ്രാക്കുള, വാമ്പയർ, ഈ ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് ഷെയ്ഡുള്ള ഇത്തരത്തിലുള്ള റോളുകൾ, ഈ ഗ്രേ ഷെയ്ഡല്ല ബ്ലാക്ക് ഷെയ്ഡുള്ള റോളുകൾ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫീലാണ്. അത് ഹീറോ വേഷങ്ങൾ ചെയ്യുന്നേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം മമ്മൂക്കയുടെ ഇത്തരത്തിലുള്ള ബ്രഹ്മയുഗത്തിലെ പോറ്റിയൊക്കെ പോലത്തെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള, ഗ്രേ ഷെയ്ഡുള്ളതും ഓക്കെ. പക്ഷേ ഈ മൊത്തത്തിൽ ഈ ഒരു ഫണ്ണി ആയിട്ടുള്ള ഈ ടർബോയിലൊക്കെ ഉള്ള ടൈപ്പ് ക്യാരക്ടേഴ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്ക് വേണമെങ്കിൽ മമ്മൂക്കയെ മോളിവുഡിൻ്റെ ഒരു വില്ലൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. വില്ലൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഇതാണ് മമ്മൂക്ക ചെയ്യുന്ന വില്ലൻ ക്യാരക്ടേഴ്സുകൾ കാണാനാണ് ഒരു പ്രത്യേക ഭംഗി. മറ്റിത് വെച്ച് നോക്കുന്ന സമയത്ത് അതെന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. മമ്മൂക്കയ്ക്ക് സിനിമ എന്ന് പറയുന്നത് വെറും ഒരു ഇഷ്ടമല്ല, അതൊരു കൈൻഡ് ഓഫ് ഒബ്സഷനാണ്. അതിനോടുള്ളൊരു ഭ്രാന്തമായിട്ടുള്ളൊരു അഭിനിവേശം എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷനാണ് മമ്മൂക്കയ്ക്കുള്ള. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റോളുകൾ തെരഞ്ഞു പിടിക്കുന്നത്. ഒരുപാട് പുതുമുഖമായിട്ടുള്ള ഡയറക്ടേഴ്സാണ് മമ്മൂക്ക ചൂസ് ചെയ്യുന്നത്, അവരെ കയ്യിൽ നിന്ന് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള റോളുകൾ. അപ്പോൾ ഈ പുതുമുഖമായിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ എല്ലാം ആദ്യം ചെന്ന് സമീപിക്കുന്നത് മമ്മൂക്കയൊന്നും ആയിരിക്കില്ല. അവർ കൂടുതലും പോയി ധ്യാനിനെ പോലെയോ അല്ലെങ്കിൽ കുറച്ചും കൂടി താഴേക്ക് നിൽക്കുന്ന കുറച്ച് പുതുമുഖമായിട്ടുള്ള യങ് ആക്ടേഴ്സിൻ്റെ അടുത്തായിരിക്കും ആദ്യം ചെന്നിട്ട് സമീപിക്കുന്നത്. അപ്പോൾ ഇവർക്കാർക്കും ഈ ഒരു റോള് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കാർക്കും ഇങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ വന്നെത്തുന്നില്ല എന്നുള്ളത് വളരെ അത് എന്താണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം മമ്മൂക്കയിലേക്ക് ഒരു പുതുമുഖ ഡയറക്ടർ ഇത്രയും നല്ല പുതിയ പുതിയ ക്യാരക്ടേഴ്സുകൾ മമ്മൂക്കയുടെ കയ്യിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ്. അപ്പോൾ മമ്മൂക്ക അങ്ങനത്തെ ഒരു പുതുമുഖ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അപ്കമിങ് ഡയറക്ടേഴ്സിന് ആക്സസബിൾ ആണ് എന്നുള്ളതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് അത്. കാരണം മമ്മൂക്കയ്ക്ക് ഇത്രയും സെലക്ഷൻ ഉണ്ടാവും, ഒരുപാട് സെലക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സുകൾ മാത്രം ചൂസ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ഇമേജ് ബാധിക്കും എന്നുള്ളൊരു കോൺഷ്യസ് ഉള്ളതുകൊണ്ടാണ്. ആ ഒരു കോൺഷ്യസ് ഇല്ലാത്തത് കൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടർ ഇതുപോലുള്ള റോളുകൾ ചെയ്യുന്നത്. ഈ ഞാൻ പറഞ്ഞ ബ്രഹ്മയുഗം അടക്കം, റൊഷാക്ക്, അതുപോലെ തന്നെ കളങ്കാവൽ, നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സുകൾ ചെയ്തിട്ടുള്ള അപ്പോൾ കാതൽ, നൻപകൽ നേരത്ത് മയക്കം, ഈ സിനിമകളുടെയൊക്കെ ഓരോ പോസ്റ്ററിൽ നിന്ന് ഓരോ ഇമേജുകൾ മാത്രം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ വിട്ടേക്കുക ആ റോളുകളുടെ ആ ഒരു വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വെർസറ്റൈലിറ്റി ഇമേജുകളിൽ നിന്ന് മാത്രം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു കാര്യം പറയാം, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. നമ്മൾ ലാലേട്ടൻ ചെയ്ത റീസെൻ്റ്ലി ചെയ്ത കുറേ സിനിമകൾ, അതിനകത്ത് തുടരും എന്ന് പറഞ്ഞ സിനിമ മാത്രം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. കാരണം ആ സിനിമ അത് അദ്ദേഹത്തിൻ്റെ പീക്കായിരുന്നു. അത് കുറേ കാലത്തിന് ശേഷം ഒരു പീക്ക് കിട്ടിയത് അതിലാണ്. ആ ഒരു സിനിമ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സിനിമകളുടെ ഓരോ ഇമേജ് ഇങ്ങനെ നമ്മൾ അടുക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ലാലേട്ടൻ തന്നെയാണുള്ളത്. ഒന്നിൽ ചിലപ്പോൾ താടി ഉണ്ടാവാം, ഒന്നിൽ ചിലപ്പോൾ താടി ഇല്ലാതിരിക്കാം, അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ ഇതിനകത്ത് നമുക്കൊരിക്കലും ആ ഒരു ലാലേട്ടൻ സെലക്ട് ചെയ്ത ആ ഒരു റോളുകളുടെ വെർസറ്റൈലിറ്റി ഫീൽ ചെയ്യില്ല. അത് ലാലേട്ടൻ ഇൻറ്റൻഷനലി സെലക്ട് ചെയ്യുന്നതാണെന്നുള്ളത് നമുക്കറിയാം. ലാലേട്ടൻ പറ്റാനിട്ടല്ല എന്നുള്ളത് തുടരും എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള എക്സാമ്പിളിൽ നോക്കിയപ്പോൾ തന്നെ അറിയുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, രാജുവേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. മമ്മൂക്ക എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല ഓരോ ക്യാരക്ടേഴ്സിലും, പക്ഷേ ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇനി മമ്മൂക്ക എടുക്കാൻ പോകുന്ന സിനിമകളും അല്ലെങ്കിൽ ഇനി മമ്മൂക്കയുടെയായിട്ട് വരാൻ പോകുന്ന എല്ലാ സിനിമകളും, അതിനിപ്പോൾ ഫ്ലോപ്പ് ആവട്ടെ, 100 കോടി ഇല്ലാത്തതാവട്ടെ, ഏത് ടൈപ്പ് സിനിമകളാണെങ്കിലും അതിൽ ഒരു ഇമേജ് മാത്രം മതിയാലും മമ്മൂക്ക എന്ന് പറയുന്ന സ്റ്റേജിലൊക്കെ കാണുന്ന ആ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറിനെ കാണാൻ പറ്റില്ല. അത് തന്നെയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ നടൻ്റെ സിനിമയോടുള്ള ഒബ്സഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമാതിരി ഹേറ്റുകൾ സ്പ്രെഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഒരേ ഒരു മമ്മൂട്ടി, ഒരേ ഒരു മോഹൻലാൽ ഒന്നേ ഉള്ളൂ. അവർ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പുറത്തുള്ള ഓഡിയൻസ് ആ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഇത്തരം കമൻസുകൾ, ഇപ്പോൾ ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ആ ആക്ടറിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവരാണ് അവർ എങ്കിൽ ഓഡിയൻസിനെ ആയിരിക്കും ചിലപ്പോൾ വില കുറച്ച് കാണുന്നത്. കാരണം 1% കൃമികൾ മാത്രമേ ഉള്ളെങ്കിലും അവിടെ ഉള്ളതെല്ലാം ഇങ്ങനത്തതാണെന്നുള്ളൊരു ടെൻഡൻസി അവർക്കുണ്ടാകും. കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടർ ഓൾറെഡി പ്രൂവ്ഡ് ആണ്. അവർ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ അവർക്കറിയാം ആക്ടർ ഒരിക്കലും ഇങ്ങനത്തെ ഈ പറയുന്ന പോലത്തെ ആക്ടർ അല്ല എന്നുള്ളത്. അപ്പോൾ ഓഡിയൻസിനെ ആയിരിക്കും ഒരു കുറ്റം പറയുന്നത്. ആ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ നമ്മളെപ്പോലുള്ള എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള കമൻസുകളൊക്കെ നിങ്ങൾ ഇട്ടോളുക. ഇടുന്ന സമയത്ത് അതിനൊരു വാല്യൂ ഉണ്ടാകുന്നുള്ളതും കൂടെ നോക്കുക. നിങ്ങളിടുന്ന കമൻറ്റ് ഇടുന്ന ഡിസർവിങ് ആയിട്ടുള്ള ഒരാളാണ് ഇതിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്തായാലും നമ്മളുടെ മറ്റ് യങ് ആക്ടേഴ്സിന് ആർക്കും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് സിനിമയോടുള്ള ഇഷ്ടം അവർക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഇഷ്ടം ഉള്ളവരുണ്ടാവാം. പക്ഷേ
മമ്മൂക്ക എന്ന് പറയുന്ന ഈ ആക്ടറിനെ പോലെ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു നടനെ പോലെ ഇത്രത്തോളം സിനിമയോട് ഒരു ഒബ്സഷനുള്ള ഒരു നടൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുവരെ അവർ ചെയ്യുന്ന സിനിമകളിലൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മേ ബി ഉണ്ടായിരിക്കാം, പക്ഷേ മമ്മൂക്ക റെക്കഗ്നൈസബിൾ ആവുന്ന പോലെ അവരെ നമുക്ക് അറിയാത്തതായിരിക്കാം. മമ്മൂക്കയുടെ ഈ ഒരു ഒബ്സഷൻ കാരണം നമുക്ക് പുതിയൊരു വാമ്പയറിനെയും കൂടി കിട്ടാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഒരുപാട് ഡിലേ ആവാതെ തന്നെ ആ ഒരു സിനിമ വരട്ടെ. വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ പറയുന്ന മറുപടിയൊന്നും അല്ല, മമ്മൂക്ക പടം ചെയ്ത് അതിനുള്ള മറുപടി അവർക്ക് കൊടുത്തോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീസെൻറ്റ് വീഡിയോസ് ഇതാ ഇവിടെ കൊടുത്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.